ഹലോ എവരിവൺ, വെൽക്കം ടു വിൻസ്പയർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റററി ക്രിറ്റിസിസം. HSST സിലബസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 50 MCQs ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ ടോപ്പിക് തന്നെ നമുക്ക് സെറ്റിനും നെറ്റിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നെറ്റ് എക്സാമിനും സെറ്റ് എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഉപയോഗം ഉണ്ടാകും. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു നോർത്രോപ്പ് ഫ്രൈ, വാട്ട് ഈസ് ദ കോർ ബേസിസ് ഓഫ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം? അപ്പൊ അദ്ദേഹത്തിന്റെ ആർക്കിടൈപ്സ് വളരെ പ്രശസ്തമാണ്. അപ്പൊ ഈ ആർക്കിടൈപ്പിന്റെ ബേസിസ് എന്താണ്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കിടൈപ്പിന്റെ ബേസിസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ദ റിക്കറിംഗ് സ്ട്രക്ചറൽ പാറ്റേൺസ് ഇൻ ലിറ്ററേച്ചർ. ഇപ്പൊ ലിറ്ററേച്ചറിൽ ചില പ്രധാനപ്പെട്ട സിമ്പിൾസ് അല്ലെങ്കിൽ ആർക്കിടൈപ്പുകൾ ഉണ്ട്. അദ്ദേഹം 4 കാലാവസ്ഥകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. താഴെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വിവിധ സിമ്പിൾസ്, ഇപ്പൊ സൺ, മൂൺ, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു വർക്കിൽ വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ചില മീനിങ് ഉണ്ട്. അതിനാണ് ആർക്ക് ടൈപ്പ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കുറച്ച് വർക്ക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സീസൺ ഡസ് നോർത്രോപ്പ് ഫ്രൈ അസോസിയേറ്റഡ് വിത്ത് മിത്തോസ് ഓഫ് കോമഡി? അപ്പൊ അദ്ദേഹം 5 സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ 5 സീസണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില യോണേഴ്സ് പറയുന്നുണ്ട്. ഇപ്പൊ സ്പ്രിംഗ് സീസണുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം കോമഡി പറയുന്നത്. കോമഡി എന്ന യോണർ സ്പ്രിംഗ് സീസണുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ദെൻ സമ്മർ സീസൺ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമ്മർ സീസൺ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഓട്ടം, ഓട്ടം എന്ന് പറയുമ്പോൾ ഇലകളൊക്കെ പൊഴിയുന്നതാണ്, അപ്പൊ ഡെത്ത് ആണ്. അപ്പൊ ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ട്രാജഡി. ദെൻ വിന്റർ സീസൺ എന്ന് പറയുന്നത് ഐറണി ആൻഡ് സറ്റയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഐറണി ആൻഡ് സറ്റയർ. ഓക്കെ, നമ്മൾ ഇന്ന് 50 ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു 10 വർക്ക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കൊരു 20-നടുത്ത് വർക്ക്സ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ ക്ലാസ് എന്ന് തോന്നുകയാണെങ്കിൽ ബാക്കി വർക്ക്സ് കൂടി നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യും കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സെൻട്രൽ കൺസേൺ ഓഫ് ആർക്കിടൈപ്പൽ ക്രിറ്റിക്സ് ഇൻ ദെയർ സ്റ്റഡീസ്? അപ്പൊ അദ്ദേഹം ആർക്കിടൈപ്സിനെ കുറിച്ചാണ് പഠന വിധേയമാക്കിയത്. അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ദ മിത്തോളജിക്കൽ പാറ്റേൺസ് ദാറ്റ് റീഅപ്പിയർ ഇൻ ലിറ്ററേച്ചർ. എല്ലാ സാഹിത്യത്തിലും ചില മിത്തോളജിക്കൽ പാറ്റേൺസ് ഇങ്ങനെ റീഅപ്പിയർ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥകൾ, ഈ കാലാവസ്ഥകളുടെ വ്യത്യസ്ത സൂചകങ്ങളുണ്ട്. ഇതേപോലെ ഒരു 10-12ഓളം വസ്തുക്കൾ എടുത്തുകൊണ്ട് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് 2 distinct phases of structural study does Fry identify the archetypes of literature? ഏത് 2 തരത്തിലുള്ള സ്ട്രക്ചറൽ സ്റ്റഡീസിനെയാണ് ഈ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ, അദ്ദേഹത്തിന്റെ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന വർക്കിൽ അദ്ദേഹം പഠന വിധേയമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് കേട്ടോ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ആണ് ആൻസർ. Inductive and deductive. He begins with inductive observation of particulars and move to deductive synthesis. അപ്പൊ അദ്ദേഹം ഇൻഡക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എവിഡൻസ് നോക്കിയിട്ട് അതല്ലെങ്കിൽ എക്സാമ്പിൾസ് നോക്കിയിട്ട് ചില തിയറികളിലേക്ക് എത്തുന്നതിനാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശൈലി ആദ്യം ഇൻഡക്റ്റീവ് ഒബ്സർവേഷനും പിന്നീട് ഡിഡക്റ്റീവിലേക്ക് എത്തുന്ന രീതിയുമാണ് അദ്ദേഹത്തിന്റെ ശൈലി. ഓക്കെ, ദെൻ 5ാമത്തെ ചോദ്യം, ഇൻ ഫ്രൈസ് സ്കീമ, വാട്ട് ഈസ് ദ ആർക്കിടൈപ്പൽ മീനിങ് ഓഫ് ദ ഫർമക്കോസ്? അദ്ദേഹം ഫർമക്കോസ് എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഫർമക്കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്കേപ്പ് ഗോഡ് ഫിഗർ ആണ്. ഇത് മിത്തോളജിയിലൊക്കെ പറയുന്ന ട്രാജഡിയും ഐറണിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഫിഗർ ആണ് സ്കേപ്പ് ഗോഡ് ഫിഗർ കേട്ടോ. ട്രാജഡി, സ്കേപ്പ് ഗോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ട്രാജഡി ആയിരിക്കും എന്ന്. ഓക്കെ, ദെൻ നമ്മൾ അടുത്തൊരു വർക്കിലേക്ക് പോവുകയാണ്, ബ്രൂക്സിന്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്, ബ്രൂക്സ് അനലൈസ് എ സ്പെസിഫിക് പോം ബൈ വില്യം വേർഡ്സ്വർത്ത്. വിച്ച് പോം ഈസ് ഇറ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു പോമിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ടും അവലോകനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറയണമായിരുന്നു. അത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ എന്ന നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ വർക്കിനെ അദ്ദേഹം ഇഴകീറി പഠന വിധേയമാക്കുന്നുണ്ട്.
അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ചില ആളുകൾക്ക് സംശയം വരും, ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റിയും വരുന്നില്ലേ? വരുന്നുണ്ട്. പക്ഷേ ഒരു പോമിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഇഴകീറി പഠിച്ചത് ഇറ്റ് ഈസ് എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ എന്ന അദ്ദേഹത്തിന്റെ വേർഡ്സ്വർത്തിന്റെ വർക്കാണ്. ഓക്കെ, സോ in his famous essay, Clinbrooks used William Wordsworth's sonnet to demonstrate how apparent contradictions in poetry. അപ്പൊ അദ്ദേഹം പാരഡോക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പാരഡോക്സ് എന്ന് പറയുന്നത് സങ്കീർണമായ സാഹിത്യത്തിൽ മാത്രമല്ല, വില്യം വേർഡ്സ്വർത്തിനെ പോലെ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള കവികൾ അത് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി അദ്ദേഹം വേർഡ്സ്വർത്തിന്റെ സോണറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. such as the speaker appearing to worship nature while his female companion does not. അപ്പൊ ഇവിടെ നമ്മുടെ സ്പീക്കർ വില്യം വേർഡ്സ്വർത്ത് സ്പീക്കർ ആയിട്ട് വരുന്ന സമയത്ത് അതിൽ സ്പീക്കർ പ്രകൃതിയെക്കുറിച്ച് ആരാധനയോടുകൂടി നോക്കിക്കാണുകയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഫീമെയിൽ കമ്പാനിയൻ അങ്ങനെ ഒരു ആരാധനയോടുകൂടി പ്രകൃതിയെ നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സോ ആക്ച്വലി റികൺസീൽ ടു ക്രിയേറ്റ് എ ഡീപ്പർ പ്രൊഫൗണ്ട് ഇമോഷണൽ റൺ. അപ്പൊ അവിടെ രണ്ടാളുകൾ രണ്ട് വ്യത്യസ്ത രീതിയിലാണ് അല്ലെ, രണ്ട് വ്യത്യസ്ത രീതിയിലാണ് പ്രകൃതിയെ നോക്കി കാണുന്നത്. അപ്പൊ അവിടെ ഒരു പാരഡോക്സ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു പോമിൽ ഓഡ് ഇന്റിമേഷനെ കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും ബ്രീഫ്ലി അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് എസ്സേ ടു ഷോ ദ വേർഡ്സ്വർത്ത് റൊട്ടീൻലി യൂസ്ഡ് പാരഡോക്സ്, അദ്ദേഹം വേർഡ്സ്വർത്ത് പാരഡോക്സ് യൂസ് ചെയ്യുന്നത് പതിവാണ് എന്ന് സൂചിപ്പിക്കാൻ ഇന്റിമേഷൻ ഓഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ലൈൻ ബൈ ലൈൻ സിന്തസിസിലേക്ക് പോകുന്നില്ല. ഓക്കെ, ദെൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്രൂക്സ് വ്യൂ ഓഫ് പാരഫ്രൈസ് വെൻ ഡിസ്കസിങ് പോയട്രി? പോയട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് പാരഫ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പാരഫ്രൈസ് എന്ന് പറഞ്ഞാൽ പാരഫ്രൈസിനെ അദ്ദേഹം എങ്ങനെയാ കാണുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നതല്ല, പാരഫ്രൈസിനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ, പാരഫ്രൈസ് പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും എടുത്തു പറയുന്നതിനാണല്ലോ പാരഫ്രൈസ് എന്ന് പറയുന്നത്. അത് ഉപയോഗമില്ലാത്തൊരു കാര്യമായിട്ടാണ് അദ്ദേഹം നോക്കിക്കാണുന്നത്. എ പാരഫ്രൈസ് ഈസ് എസെൻഷ്യലി യൂസ്ലെസ് ആൻഡ് മിസ്സസ് ദ കോർ മീനിങ് ഓഫ് ദ പോം. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, പോമിന്റെ കോർ മീനിങ് അവിടെ മിസ്സാകുന്നുണ്ട്. ഓക്കെ, സോ ബ്രൂക്സ് ഹെവിലി ക്രിറ്റിക്സ് ദാറ്റ് ഹി കോൾസ് ദ ഹെഴ്സി ഓഫ് പാരഫ്രൈസ്. അപ്പൊ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടേം തന്നെ ഹെഴ്സി ഓഫ് പാരഫ്രൈസ് എന്ന്. പാരഫ്രൈസ് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗം ഇല്ല എന്ന് മാത്രമല്ല, കവിതയുടെ കോർ എസൻസിനെ അത് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. ഹി ആർഗ്യൂസ് ദാറ്റ് സിൻസ് എ പോംസ് മീനിങ് ഈസ് ഡീപ്ലി ടൈഡ് ടു ഇറ്റ്സ് പാരഡോക്സിക്കൽ സ്ട്രക്ചർ ആൻഡ് ടെക്സ്ചർ, ഇറ്റ് cannot be neatly summarized or paraphrased without losing its essence. അപ്പോൾ ഒരു പോം ആകുമ്പോൾ പാരഡോക്സും അതിന്റെ പാരഡോക്സിക്കൽ സ്ട്രക്ചറും ടെക്സ്ചറും കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഒരു കവിത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ, മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കവിതയിൽ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കവിതയുടെ ഒരു ഭംഗി നഷ്ടപ്പെടും, എസൻസ് നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ഈ എസ്സേക്കകത്ത് അദ്ദേഹം ജോൺ ഡോണിന്റെ കാനണൈസേഷൻ എന്ന് പറയുന്ന പോമും റെഫർ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ സെൻട്രൽ പാരഡോക്സ് റിഗാർഡിംഗ് ദ ലവേഴ്സ്? അപ്പൊ ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കാനണൈസേഷനിൽ യൂസ് ചെയ്തിട്ടുള്ള പാരഡോക്സ് ഏതാണ്? നമുക്കറിയാം, ദേ ഡൈ ഫിസിക്കലി ബട്ട് ബിക്കം ഇമ്മോർട്ടലൈസ്ഡ് ആസ് സെയിന്റ്സ് ഓഫ് ലവ്. അവർ രണ്ടുപേരും ഫിസിക്കലി മരിക്കുന്നു, പിന്നീട് സെയിന്റ് ആയിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഒരു ഇറോട്ടിക് ലവിനെ, ഒരു ഡിവൈൻ ലവിനെ പോലെ ഇവിടെ ആവിഷ്കരിക്കുക എന്നുള്ളത് തന്നെ ഒരു പാരഡോക്സ് ആണ്. ഓക്കെ, so the poem argues that they renouncing the material world for their intense love. The lovers lost worldly status but gained eternal sacred status as saints. ഇപ്പൊ ഭൗതിക ലോകത്തെ വിട്ട് അവര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് എങ്കിലും അവർ എറ്റേണൽ സാക്രഡ് സ്റ്റാറ്റസിലേക്ക് ഉയരുന്നതായിട്ടാണ് കവിതയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ബ്രൂക്സ് പറയുന്നത്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, what term does Brooks use to describe the error of reducing a poem to its plot or logical statement? ഒരു പോമിനെ അതിന്റെ പ്ലോട്ടിലേക്കോ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്കോ ചുരുക്കുന്നതിന് അദ്ദേഹം യൂസ് ചെയ്ത വേർഡ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹെഴ്സൈ ഓഫ് പാരഫ്രൈസ്. ഒരു പോം എന്ന് പറയുന്നത് പാരഡോക്സിക്കൽ സ്ട്രക്ചർ ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് രൂപപ്പെടുത്തി എടുക്കുന്നതാണ്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വളരെ ബ്രീഫായിട്ട് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കവിതയുടെ ഒരു അന്തസത്ത നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത ടേം ദ ഹെഴ്സൈ ഓഫ് പാരഫ്രൈസ് എന്നാണ്. ഓക്കെ അല്ലേ? ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബ്രൂക്ക് വ്യൂ ദ റോൾ ഓഫ് ഐറണി ഇൻ റിലേഷൻ ടു പാരഡോക്സ്? അപ്പൊ ഐറണിയും പാരഡോക്സും തമ്മിലുള്ള ബന്ധം, ഐറണിയും പാരഡോക്സും തമ്മിലുള്ള ബന്ധം എന്തായിട്ടാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഐറണി ആൻഡ് പാരഡോക്സ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് ദ ഇന്റർണൽ ടെൻഷൻ ഓഫ് എ പോം.
ഒരു കവിതയിൽ ഒരു ഇന്റേണൽ ടെൻഷൻ ഉണ്ടാകണം, അപ്പോഴാണ് കവിത കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഐറണിയും പാരഡോക്സും ഒരുമിച്ചുണ്ടായിരുന്നാൽ കവിതയിൽ ഒരു ഇന്റേണൽ ടെൻഷൻ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, സോ ഫോർ ന്യൂ ക്രിറ്റിക്സ് ലൈക്ക് ബ്രൂക്സ്, irony and paradox are closely related debates that provide the structural tension necessary to hold a poem's conflicting meaning together. അപ്പൊ ഐറണിയും പാരഡോക്സും, ഐറണി പലതരത്തിലുള്ള ഐറണി ഉണ്ട് അല്ലെ, പാരഡോക്സ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസമാണ്, ഐറണിയും ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് കവിതയ്ക്ക് ഒരു സ്ട്രക്ചറൽ ടെൻഷൻ കിട്ടും. ഈ സ്ട്രക്ചറൽ ടെൻഷൻ ആണ് കവിതയ്ക്ക് എന്ത് ചെയ്യുന്നത്, ഭംഗി നൽകുന്നത്. ഓക്കെ, ദെൻ 11th ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് എഡ്മണ്ട് വിൽസന്റെ ഇൻ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ എന്ന വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം മാർക്സിസവും സാഹിത്യവും തമ്മിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ബന്ധത്തെ ചർച്ച വിധേയമാക്കുന്നുണ്ട്. സോ ഹൗ ഡു മാർക്സ് ആൻഡ് ഏംഗൽസ് ഡിഫൈൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്കണോമിക് ബേസ് ആൻഡ് ദ കൾച്ചറൽ സൂപ്പർ സ്ട്രക്ചർ? അപ്പൊ മാർക്സും ഏഞ്ചൽസും ഒക്കെ ഇവിടെ രണ്ട് തരത്തിലുള്ള സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. എക്കണോമിക് ബേസും ഉണ്ട്, കൾച്ചറൽ സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. ഇവകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് മാർക്സും ഏഞ്ചൽസും ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അദ്ദേഹം പറയാണ്, ആക്ടിവിറ്റീസ് ഇൻ ദ സൂപ്പർ സ്ട്രക്ചർ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്കണോമിക് ബട്ട് ആൾസോ വർക്ക് to get away from their roots and react upon the economic base. അപ്പൊ നമുക്ക് എക്കണോമിക് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ സ്ട്രക്ചറിലെ ഈ ആർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത്, എഡ്യൂക്കേഷനും എല്ലാം നിൽക്കുന്നത് സൂപ്പർ സ്ട്രക്ചറിലാണ്. അപ്പൊ എക്കണോമിക് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ സൂപ്പർ സ്ട്രക്ചറിലെ ആക്ടിവിറ്റീസ് വളരെ സജീവമായിട്ട് നടക്കുകയുള്ളൂ. എന്നാൽ ഈ സൂപ്പർ സ്ട്രക്ചറിലെ ആക്ടിവിറ്റീസ് പലപ്പോഴും എക്കണോമിക് ബേസിൽ നിന്നും അകലുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയോ നിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. Okay, then Wilson praises the origins of modern sociological and Marxist criticism of literature back to the which 18th century philosopher's study of Homer's epics. അപ്പോ മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 18ാം നൂറ്റാണ്ടിലെ ഫിലോസഫർ, ആ ഫിലോസഫറിലേക്കാണ് മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിന്റെ ഉത്ഭവം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ 18th സെഞ്ചുറി ഫിലോസഫറിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഹോമറിന്റെ എപ്പിക്കുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തെ കുറിച്ച് പഠന വിധേയമാക്കിയിട്ടുള്ള 18ാം നൂറ്റാണ്ടിലെ ഫിലോസഫർ ആരാണ് എന്ന് ചോദിച്ചാൽ ജിയാം ബാറ്റിസ്റ്റോ വിഗോയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, what critical view does Wilson express regarding the development of literature in Soviet Russia under Stalin following the death of Gorky? കോർക്കിയുടെ മരണശേഷം സ്റ്റാലിൻ ആണ് ഭരണത്തിലേക്ക് വന്നത്. സ്റ്റാലിൻ ഭരണത്തിലേക്ക് വന്നതിന് ശേഷം സോവിയറ്റ് യൂണിയനിൽ സാഹിത്യ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റാലിന്റെ ഭരണം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ഡീജനറേറ്റഡ് ഇൻ ടു മിയർ ടൂൾസ് ഓഫ് ഗവൺമെന്റ് പ്രൊപ്പഗണ്ട. സാഹിത്യം വെറുതെ ഗവൺമെന്റ് പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടിയുള്ള ഉപകരണം മാത്രമായി. ആൻഡ് ടൂൾസ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് വേണ്ടിയുള്ള കേവല ഉപകരണമായിട്ട് സാഹിത്യം ചുരുങ്ങി. അപ്പൊ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ സാഹിത്യത്തിന്റെ വില ഇടിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്നാൽ എല്ലാ മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സും അങ്ങനെ അല്ല കേട്ടോ. Which 19th century French novelist does Edmund Wilson highlight, quoting Frederick Engels, to show that an author's true artistic vision can transcend their reactionary political belief? അപ്പോൾ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ്, 19ാം നൂറ്റാണ്ടിലെ ഒരു ഫ്രഞ്ച് നോവലിസ്റ്റിനെ വിൽസൺ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു സാഹിത്യകാരന്റെ രാഷ്ട്രീയ വിശ്വാസവും സാഹിത്യവും രണ്ടും രണ്ടാണ്. അപ്പോൾ സാഹിത്യത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ സാഹിത്യത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താൻ ശ്രമിക്കാറില്ല. അപ്പൊ അത്തരത്തിൽ ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന നോവലിസ്റ്റ് ആണ് ഓപ്ഷൻ ബി, ഹോണർ ഡി ബെൽസാക്ക്. ഹോണർ ഡി ബെൽസാക്ക്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ട്രൂ ആർട്ടിസ്റ്റിക് വിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ട്രൂ ആർട്ടിസ്റ്റിക് വിഷൻ ഉള്ളതായിട്ട് പറഞ്ഞത് ഹോണർ ഡി ബെൽസാക്കിനെയാണ്. സോ വൈൽ റെഫറൻസസ് ഏംഗൽസ് അനാലിസിസ് ഓഫ് ബാൽസാക്ക്, അപ്പോ ആരെ കുറിച്ച് അവിടെ പറഞ്ഞത്? അദ്ദേഹത്തെ കുറിച്ച്, ബൾസാക്കിനെ കുറിച്ച് കോട്ട് ചെയ്യുന്നത് ഫ്രെഡറിക് ഏംഗൽസ് ആണ്.
കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ഒക്കെ ഈ കമ്മ്യൂണിസത്തിന്റെയും മാർക്സിസത്തിന്റെയും ഒക്കെ ഫൗണ്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഏംഗൽസ് പറയുന്നത് സാഹിത്യത്തെ രാഷ്ട്രീയ വിശ്വാസവുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട ആവശ്യമില്ല എന്നാണ്. വിൽസൺ റെഫറൻസസ് ഏംഗൽസ് അനാലിസിസ് ഓഫ് ബൽസാക്ക്. അപ്പൊ നമ്മുടെ ഏംഗൽസ് ബൽസാക്ക് എന്ന് പറയുന്ന നോവലിസ്റ്റിനെ അവലോകനം ചെയ്യുന്നതായിട്ട് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഡിസ്പൈറ്റ് ബൽസാക്ക് ബീങ് എ റോയലിസ്റ്റ് ആൻഡ് എ പൊളിറ്റിക്കൽ റിയാക്ഷണറി, his sharp realism led him to write an ironic, deeply accurate satire on his own aristocratic class while showing a genuine admiration for his Republican adversaries. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ബൽസാക്ക് എന്ന് പറയുന്ന നോവലിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു റോയലിസ്റ്റ് ആണ്, അതുപോലെ പൊളിറ്റിക്കൽ റിയാക്ഷണറിയാണ്. എന്നാൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആർക്കെതിരെ തന്നെയാണ്? അദ്ദേഹം ഉൾപ്പെടുന്ന അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സിന് എതിരെ തന്നെയാണ്. അപ്പൊ ഒരാളുടെ പൊളിറ്റിക്കൽ ബിലീഫും അയാളുടെ എന്താ പറയാ ലിറ്ററേച്ചർ പോയിന്റ് ഓഫ് വ്യൂവും എന്ത് ചെയ്യില്ല, ആളില് ഒരു ബയാസ് ഉണ്ടാക്കില്ല എന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ബെൽസാക്കിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏംഗൽസ് ആണ് അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, why does Edmund Wilson argue that the United States did not need to learn lessons from Soviet Russia? അമേരിക്കക്ക് റഷ്യയിൽ നിന്നും സാഹിത്യം പഠിക്കേണ്ട അവസ്ഥ ഇല്ല എന്ന് വിൽസൺ പറയാണ് റിഗാർഡിംഗ് ദ ക്രിയേഷൻ ഓഫ് എ ലിറ്ററേച്ചർ ഓഫ് ദ കോമൺ മാൻ. അപ്പൊ സാധാരണക്കാരുടെ സാഹിത്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ അമേരിക്കക്ക് സോവിയറ്റ് റഷ്യ എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം നമ്മൾ പഠിക്കുന്ന ഒരു പോമാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പോം ഉണ്ട് അല്ലെ. സോ ദ US has already produced democratic masterpieces like Leaves of the Grass. അമേരിക്ക എന്ന പോം ലീവ്സ് ഓഫ് ദ ഗ്രാസിൽ വരുന്നതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ലീവ്സ് ഓഫ് ദ ഗ്രാസ്, അതുപോലെ ഹക്കിൾബെറി ഫിൻ പോലുള്ള അമേരിക്കയിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ലിറ്ററേച്ചർ അമേരിക്കയിൽ തന്നെയുണ്ട്. സോ അമേരിക്കൻസിന് ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, കോമൺ ലിറ്ററേച്ചറിന് വേണ്ടി റഷ്യയെ സഹായത്തിന് തേടേണ്ട ആവശ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ വിൽസൺ പോയിന്റ്സ് ഔട്ട് ദാറ്റ് Russia's fixation or proletarian culture stemmed from a tiny educated minority trying to communicate with an 80% of illiterate populace. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വിരോധാഭാസമാണ്. അദ്ദേഹം പറയാണ് റഷ്യയുടെ അവസ്ഥ എന്താ, റഷ്യയില് ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇലിറ്ററേറ്റ് ആണ്. 80% ആളുകളും ഇലിറ്ററേറ്റ് ആണ്. ഈ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള 80% ആളുകളെ വിദ്യാഭ്യാസത്തിലൂടെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ, അവരുടെ സാഹചര്യങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനാണ് റഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ ആകെ ഇലിറ്ററസി എന്ന് പറയുന്നത് 4% താഴെയാണ്. അപ്പൊ സാഹിത്യ മേഖലയിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടും റഷ്യയേക്കാൾ മുകളിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. ആൻഡ് ഹാഡ് ഓൾറെഡി ജനറേറ്റഡ് ഓർഗാനിക് ലിറ്ററേച്ചർ സെലിബ്രേറ്റിംഗ് ദ ഓർഡിനറി മാൻ വിതൗട്ട് റിലയിങ് ഓൺ സോവിയറ്റ് ഫ്രെയിംവർക്സ്. എന്ന് മാത്രമല്ല സാധാരണക്കാരെ ഉൾക്കൊള്ളിക്കുന്ന സാഹിത്യം റഷ്യയില് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അമേരിക്കയിലുണ്ട്. അപ്പൊ അമേരിക്കക്കാർക്ക് റഷ്യയുടെ സഹായം വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഷോവാൾട്ടർ വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ദ ഫെമിനിസ്റ്റ് ക്രിറ്റിക്? അപ്പോൾ നമ്മൾ ഷോവാൾട്ടറിലേക്ക് പോവുകയാണ്. ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഷോവാൾട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസ്റ്റ് ക്രിറ്റിക്കിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? നമുക്ക് ഗൈനോ ക്രിറ്റിസിസം എന്ന ടേം ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഷോവാൾട്ടർ എന്ന് നമുക്ക് അറിയാം. അപ്പൊ സ്വന്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക്, സ്ത്രീ ഒരു റൈറ്റർ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഗൈനോ ക്രിറ്റിസിസത്തിലേക്ക് വരുന്നത്. എന്നാൽ ഫെമിനിസ്റ്റ് ക്രിറ്റിക്കില് ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? എക്സാമിനിങ് മെയിൽ ഓതർ ടെക്സ്റ്റ് ആൻഡ് ദെയർ പാട്രിയാർക്കൽ ബയാസസ്. പുരുഷന്മാർ എഴുതി വെച്ചിട്ടുള്ള വർക്ക്സ് ഒക്കെ വായിച്ചുകൊണ്ട് എന്താണ് അതിലുള്ള ബയേഴ്സ് എന്നൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിനാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിക് എന്ന് ആര് പേര് വിളിച്ചത്? ഷോവാൾട്ടർ. നമുക്ക് അതല്ല വേണ്ടത്, ഗൈനോ ക്രിറ്റിസിസം ആണ് വേണ്ടത് എന്ന് എലൈൻ ഷോവാൾട്ടർ പറയുന്നുമുണ്ട്. Then what did Elaine Showalter term the literature of the colonized in her essay? എലൈൻ ഷോവാൾട്ടർ തന്റെ എസ്സേയിൽ ലിറ്ററേച്ചർ ഓഫ് ദ കോളനൈസർ എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ദ ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ. അപ്പൊ അവരുടെ അഭിപ്രായത്തിൽ കോളനൈസർ ആരാ? സ്ത്രീകളാണ്. കോളനൈസേഴ്സ് ആരാ? ഇവിടുത്തെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ആൻസർ.
Then Showalter proposes 4 models to define the difference in female writing. സ്ത്രീകളുടെ എഴുത്തിലെ വ്യത്യാസത്തെ നിർവചിക്കുന്നതിന് വേണ്ടി 4 മോഡൽസ് ആര് മുന്നോട്ട് വെക്കുന്നുണ്ട്? ഷൊവാൾട്ടർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ 4 മോഡലിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ സൈക്കോ അനലിറ്റിക് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ആള് പറയുന്നില്ല. മറിച്ച് പറയുന്നത് സൈക്കോ അനലിറ്റിക്കൽ മോഡൽ അല്ല, എക്കണോമിക് മോഡൽ എന്ന് പറയുന്ന സംഭവം ആള് പറയുന്നില്ല കേട്ടോ. എക്കണോമിക് മോഡൽ എന്ന് പറയുന്ന സംഭവം പറയുന്നില്ല, മറിച്ച് അവിടെ പറയുന്നത് കൾച്ചറൽ മോഡലാണ്. അപ്പൊ ആ 4 മോഡൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ബയോളജിക്കൽ മോഡലാണ് കേട്ടോ, ബയോളജിക്കൽ മോഡൽ. അപ്പൊ ഒരു സ്ത്രീ എഴുത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് മുന്നോട്ട് വെക്കുന്ന 4 മോഡലുകളിൽ ഒന്ന് ബയോളജിക്കൽ മോഡൽ. ബയോളജിക്കൽ മോഡൽ കൊണ്ടുള്ള ഉദ്ദേശം എക്സാമിൻസ് ദ ഫീമെയിൽ ബോഡി ആസ് എ സോഴ്സ് ഓഫ് ഇമേജറി ആൻഡ് ഫിസിയോളജിക്കൽ എക്സ്പീരിയൻസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിലെ സ്രോതസ്സായിട്ട് സ്ത്രീകളുടെ ശരീരത്തെ ഒരു ഇമേജറിയായോ ഫിസിയോളജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടോ പരിശോധിക്കുക. അതാണ് ബയോളജിക്കൽ മോഡൽ. അഥവാ സ്ത്രീയുടെ ശരീരത്തെ സാഹിത്യത്തിന്റെ വിഷയമാക്കുക. 2 ലിംഗ്വിസ്റ്റിക് മോഡൽ. ലിംഗ്വിസ്റ്റിക് മോഡലിൽ എക്സ്പ്ലോർസ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഡിഫറെന്റ്ലി ബൈ മെൻ ആൻഡ് വുമൻ, എക്സാമിനിങ് ദ പോസിബിലിറ്റി ഓഫ് ഫീമെയിൽ ലാംഗ്വേജ്. ഭാഷ സ്ത്രീകൾ ഉപയോഗിക്കുന്നതും പുരുഷന്മാർ ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയുടെ സാധ്യതകളെ കുറിച്ച് പരിശോധിക്കാനാണ് ലിംഗ്വിസ്റ്റിക് മോഡൽ നമ്മുടെ എഴുത്തുകാരി മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് സൈക്കോ അനലിറ്റിക് മോഡൽ, അത് നമുക്കറിയാം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ് എന്ന് നമുക്കറിയാം. സോ ഫോക്കസസ് ഓൺ ദ ഫീമെയിൽ സൈക്കെ അഥവാ സെൽഫ്. ഒരു സ്ത്രീയുടെ മനസ്സിനെ കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് പ്രോസസ്, ഇതെല്ലാം പുരുഷന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ത്രീയുടെ ബോധമണ്ഡലത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോ അനലിറ്റിക്കൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 4ാമത്തെ മോഡൽ കൾച്ചറൽ മോഡലാണ്. കൾച്ചറൽ മോഡൽ അനലൈസസ് ഹൗ സൊസൈറ്റി, ഹിസ്റ്ററി ആൻഡ് സെക്സ് റോൾ സോഷ്യലൈസേഷൻ ഷേപ്പ് വുമൻസ് ടെക്സ്റ്റ് ആൻഡ് ഫീമെയിൽ സബ് കൾച്ചേഴ്സ്. എങ്ങനെയാണ് സമൂഹം, ചരിത്രം, സെക്സ് റോൾ ഒക്കെ എന്ത് ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ ടെക്സ്റ്റിനെയും ഫീമെയിൽ സബ് കൾച്ചറിനെയും ഒക്കെ രൂപപ്പെടുത്തുന്നത്. അപ്പൊ അവിടെ ഫീമെയിൽ സബ് കൾച്ചർ എന്നൊരു പ്രയോഗം ആര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഴുത്തുകാർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. ഷൊവാൾട്ടർ ബോറോസ് ദ കോൺസെപ്റ്റ് ഓഫ് മ്യൂട്ടഡ് ഗ്രൂപ്പ്സ്. മ്യൂട്ടഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആള് പരിചയപ്പെടുത്തുന്നുണ്ട്. മ്യൂട്ടഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദ ഐഡിയ ദാറ്റ് വിമൻസ് ലാംഗ്വേജ് ഈസ് എ മ്യൂട്ടഡ് ഓർ സൈലൻസ്ഡ് സ്ട്രക്ചർ വിത്തിൻ എ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി. പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദം എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? നിശബ്ദമാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെയാണ് മ്യൂട്ടഡ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ ഒരു ടേം ഷൊവാൾട്ടർ സ്വയം കൊണ്ടുവന്നതല്ല, ബോറോ ചെയ്തിട്ടുള്ളതാണ്. ആരിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ എഡ്വിൻ ആർഡനർ കേട്ടോ. എഡ്വിൻ ആർഡനർ എന്ന വ്യക്തിയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സോ 20ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സബ് കൾച്ചർ എന്ന് പറയുന്ന ഫീമെയിൽ സബ് കൾച്ചർ എന്ന് പറയുന്ന ടേം ആള് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഷൊവാൾട്ടർ ആർഗ്യൂസ് ദാറ്റ് വിമൻസ് കൾച്ചർ ഫോംസ് എ ഡിസ്റ്റിങ്ക്ട് സബ് കൾച്ചർ വിത്തിൻ ദ ജനറൽ ഓർ ഡൊമിനന്റ് കൾച്ചർ. ഇവിടുത്തെ ഡൊമിനന്റ് അല്ലെങ്കിൽ ജനറൽ കൾച്ചർ ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് പാട്രിയാർക്കിയൽ സൊസൈറ്റിയാണ്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന ഒരു സബ് കൾച്ചർ ആണ് സ്ത്രീയുടേത് എന്ന് ഷൊവാൾട്ടർ വാദിക്കുന്നുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അടുത്ത നമ്മൾ ഡെറിഡയിലേക്ക് പോവാണ്. ഡെറിഡയുടെ ഡിഫറൻസ്. ഹൗ ഡസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിഫറൻസ് ട്രീറ്റ് ദ ട്രഡീഷണൽ സ്ട്രക്ചറലിസ്റ്റ് ഐഡിയ ഓഫ് ഫിക്സഡ് സ്ട്രക്ചർ? അപ്പോ ട്രഡീഷണൽ സ്ട്രക്ചറലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം ഒരു പദത്തിന് ഒരു അർത്ഥം ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് ആണ്. അതിനെ വെല്ലുവിളിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഡെറിഡയുടെ ഡിഫറൻസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, FERA ആണ്, E അല്ല. സോ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിസ്മാൻഡിൽസ് ദ ഐഡിയ ഓഫ് എ ഫിക്സഡ് സെന്റർ ലീഡിങ് ടു ആൻ ഇൻഫിനിറ്റ് പ്ലേ ഓഫ് മീനിങ്സ്. ആള് പറയുന്നുണ്ട് ഒരു നിശ്ചിത അർത്ഥം എന്നുള്ളതൊന്നും ഇല്ല, മറിച്ച് ഒരു വാക്കിന് ഇൻഫിനിറ്റ് മീനിങ്സ് ആണുള്ളത്, അല്ലെ? ഒരു വാക്കിന് അനിസ്യൂതം അർത്ഥങ്ങളുണ്ട്, എണ്ണമറ്റ അർത്ഥങ്ങളുണ്ട്. സോ ഇൻ ഹിസ് ക്രിറ്റിക് ദെർ ഇസ് ആർഗ്യൂഡ് ദാറ്റ് വെസ്റ്റേൺ ഫിലോസഫി ഹാസ് ഓൾവേസ് സോട്ട് എ ഫിക്സഡ് സെന്റർ ഓർ ഒറിജിൻ. വെസ്റ്റേൺ ഫിലോസഫി ഒരു വേർഡിന് ഒരു നിശ്ചിത അർത്ഥം ഉണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ അദ്ദേഹം ഈ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നതിലൂടെ ഈ പറയപ്പെട്ട ഫിക്സഡ് മീനിങ് എന്ന കോൺസെപ്റ്റിനെ അദ്ദേഹം
പൊളിച്ചെഴുതുകയും ആർഗ്യൂഡ് ദാറ്റ് വിത്തൗട്ട് എ ഫിക്സഡ് ആംഗിൾ ദർ ഈസ് ആൻ ഇൻഫിനിറ്റ് പ്ലേ ഓഫ് സിഗ്നിഫിക്കേഷൻ. ഒരു പദത്തിന് എണ്ണമറ്റ അർത്ഥ സാധ്യതകളുണ്ട്, അതിന്റെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ 22ാമത്തെ ചോദ്യം, വിച്ച് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഡസ് ഡിഫറൻസ് ഡയറക്ട്ലി അറ്റാക്ക് ബൈ ഷോയിങ് ദ മീനിങ് ഈസ് നെവർലി ഫുള്ളി ദെയർ. ഇനി അദ്ദേഹം ഡിഫറൻസ് എന്ന കോൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നതിലൂടെ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോൺസെപ്റ്റിനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്? ദ മീനിങ് ഇസ് നെവർ ഫുള്ളി ദെയർ. അപ്പൊ ആ അറ്റാക്ക്, ആ ഒരു കോൺസെപ്റ്റ് പറയുന്ന അർത്ഥം പൂർണ്ണമായിട്ടും അവിടെ ഇല്ല എന്നാണ് താഴെ തന്നിരിക്കുന്നതിൽ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. സോ ദ മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസ് എന്ന കോൺസെപ്റ്റിനെയാണ് അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? Western philosophy historically privileged presence, the idea that truth or meaning can be fully present in the mind or a word. വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു ചിന്താഗതി പ്രകാരം ഒരു വാക്കിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും ആ വാക്കിൽ തന്നെ കുടികൊള്ളുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഒരു വാക്കിന്റെ അർത്ഥം അത് ഓൾവേസ് സ്പ്ലിറ്റ് ആൻഡ് ഡിലേഡ്, അത് ഫുള്ളി പ്രസന്റ് അല്ല കേട്ടോ. ഇവിടെ ഫുള്ളി പ്രസന്റ് അല്ല എന്നാ പറയുന്നത് അല്ലെ. ഷോയിങ് ദാറ്റ് മീനിങ് ഇസ് നെവർ ഫുള്ളി ദെയർ. അപ്പൊ ഡിഫറൻസ് കൊണ്ടുള്ള ഉദ്ദേശം അവിടുത്തെ മീനിങ് പൂർണ്ണമായിട്ടും അവിടെ ഇല്ല. എന്നാൽ താഴെ തന്നിരിക്കുന്നതിൽ മെറ്റാഫിസിക്സ് ഓഫ് പ്രസൻസിൽ പറയുന്നത് ഒരു പദത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ടും അവിടെ പ്രസന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സങ്കല്പത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? റിജക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ 23ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ട്രേസ് റെഫർ ടു ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിഫറൻസ്? ഡിഫറൻസ് എന്ന കോണ്ടെക്സ്റ്റില് ട്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ആബ്സെന്റ് പാർട്ട് ഓഫ് എ സൈൻ ദാറ്റ് സ്റ്റിൽ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് കറന്റ് മീനിങ്. ഒരു സൈനിന്റെ ഒരു പാർട്ട് ആബ്സെന്റ് ആയിരിക്കും. നിങ്ങൾ ട്രേസ് തിയറിയൊക്കെ ലിംഗ്വിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാകും. ദെൻ ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതുമ്പോ വാട്ട് ഈസ് യുവർ നെയിം, യുവർ നെയിം. അപ്പൊ വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ പേര് അവിടെ ഒരു അടയാളമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അല്ലെ. സ്റ്റിൽ ഇൻഫ്ലുവൻസ് ഇറ്റ്സ് കറന്റ് മീനിങ്. നമ്മൾ ചില പദങ്ങൾ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞാലും ഇപ്പോഴും അതിന്റെ അർത്ഥം അവിടെ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ട്രേസ് കൊണ്ടുള്ള ഉദ്ദേശം. സോ എ വേർഡ് ഓൺലി മേക്ക് സെൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് റിലേഷൻ ടു അതർ വേർഡ്സ് ദാറ്റ് ആർ നോട്ട് ദെയർ. ഒരു പദത്തിന് അർത്ഥം വരുന്നത് അതിന് അർത്ഥം നൽകുന്ന മറ്റു ചില പദങ്ങളിലുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട്, പക്ഷേ അത് അവിടെ പ്രസന്റ് ആയിരിക്കില്ല. സോ ദ ട്രേസ് ഈസ് ദ മെന്റൽ ഫുട് പ്രിന്റ് ഓർ residue of those absent words that shapes the word we are currently reading. അപ്പൊ നമ്മളൊരു സെന്റൻസ് വായിക്കുന്ന സമയത്ത് അവിടെ നിന്ന് മിസ്സായിട്ടുള്ള വേർഡ് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അതിന്റെ ഒരു ട്രേസ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രേസ് തിയറിയിലൊക്കെ അത് നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഡിഫറൻസ് കോംപ്ലിക്കേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്? സിഗ്നിഫയർ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് വേർഡ് ആണ്, സിഗ്നിഫൈഡ് കോൺസെപ്റ്റ് ആണ്. ഇവകൾ തമ്മിലുള്ള റിലേഷനെ ഡിഫറൻസ് എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? അപ്പൊ സാധാരണ ഒരു സിഗ്നിഫയർ, ആ സിഗ്നിഫയറിന് ഒരു സിഗ്നിഫൈഡ് ഉണ്ടാകും എന്നാ പറയുന്നത്. എന്നാൽ ഡിഫറൻസിൽ പറയുന്നത് അങ്ങനെ അല്ല. ഇറ്റ് ടേൺസ് സിഗ്നിഫൈഡ് ഇൻ ടു ജസ്റ്റ് അനദർ സിഗ്നിഫയർ ഇൻ ആൻ എൻഡ്ലെസ് ചെയിൻ. അപ്പൊ ഒരു സിഗ്നിഫയറിന് ഒരു വേർഡിന് ഒരുപാട് മീനിങ് ഉണ്ട്, അതിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഒരു സിഗ്നിഫൈഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻ ട്രഡീഷണൽ ലിംഗ്വിസ്റ്റിക്സ് എ സിഗ്നിഫയർ പോയിന്റ്സ് ടു എ ക്ലീൻ കോൺസെപ്റ്റ്. ട്രഡീഷണൽ ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം ഒരു സിഗ്നിഫയറിന് അഥവാ ഒരു വേർഡിന് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നിഫയർ ഉണ്ടാകും. എന്നാൽ ദരിത പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറയാണ്, ദരിത ഷോസ് ദാറ്റ് വെൻ യു ലുക്ക് അപ്പ് എ വേർഡ്സ് ഡെഫിനിഷൻ യു ഗെറ്റ് മോർ വേർഡ്സ്. നമ്മൾ ഒരു വേർഡിന്റെ ഡെഫിനിഷനിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സിഗ്നിഫയർ നമുക്ക് ഉണ്ടാകും കേട്ടോ. ഒരു സിഗ്നിഫൈഡിന് ഒരുപാട് സിഗ്നിഫയർ ഉണ്ടാകും. ആ ചെയിൻ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു സിഗ്നിഫയറിന് ഒരു നിശ്ചിത സിഗ്നിഫൈഡ് ഉണ്ടാകുമെന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു സിഗ്നിഫൈഡിന് അഥവാ ഒരു കോൺസെപ്റ്റിന്, ആ കോൺസെപ്റ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് പദങ്ങൾ ഉണ്ടാകും, തിരിച്ചും മറിച്ചും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് കാൾ മാർക്സിന്റെ ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ് ആൻഡ് സീക്രട്ട് ദെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞ ഒരു എസ്സേ ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പോവുകയാണ്. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, വാട്ട് ഡിഫൈൻസ് ദ ഫെറ്റിഷിസം ഓഫ് കമോഡിറ്റീസ്? ഫെറ്റിഷിസം എന്ന് പറയുമ്പോൾ സീക്രട്ട് എന്നോ ആ രീതിയിലൊക്കെ നമുക്ക് പറയാം. അപ്പൊ കമോഡിറ്റീസിന്റെ പിന്നിലുള്ള ഫെറ്റിഷിസത്തെ അദ്ദേഹം എങ്ങനെയാണ് നിർവചിക്കുന്നത്? അദ്ദേഹം പറയുന്നു, ദ പെർസെപ്ഷൻ ഓഫ് ദ സോഷ്യൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആസ് റിലേഷൻഷിപ്പ് അമോങ് തിങ്സ്. അപ്പൊ നമ്മൾ
ഒരു പ്രൊഡക്ഷന്റെ പിന്നിൽ പല സാമൂഹിക ബന്ധങ്ങളുണ്ട്. നമ്മൾ ഒരു പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന വില അതിന്റെ പിന്നിലുള്ള ജോലിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, മറച്ചിട്ടുണ്ട്. സോ അതിനാണ് ഫെറ്റിഷിസം. സോ ദ പെർസെപ്ഷൻ ഓഫ് ദ സോഷ്യൽ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആസ് റിലേഷൻ അമംഗ് തിങ്സ്. ഒരു ഫെറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കൊമോഡിറ്റിയുടെ പിന്നിൽ ഉള്ള സാമൂഹിക ബന്ധങ്ങളെയാണ്. Then where did Marx argue that secret of commodity from really comes from? എവിടെ നിന്നാണ് ഒരു കൊമോഡിറ്റിയുടെ സീക്രട്ട് വരുന്നത് എന്ന് അദ്ദേഹം വാദിക്കുന്നത്? യെസ്, ഫ്രം ദ ഒബ്ജക്റ്റീവ് ഹ്യൂമൻ ലേബർ എക്സ്പാൻഡഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഒരു കൊമോഡിറ്റി നിർമ്മിക്കാൻ ആരൊക്കെയാണ് ജോലി ചെയ്തിട്ടുള്ളത്, എത്ര സമയമാണ് ജോലി ചെയ്തിട്ടുള്ളത്, അതാണ് ഒരു കൊമോഡിറ്റിക്ക് പിന്നിലുള്ള സീക്രട്ട്. ഇപ്പോൾ അതിനൊരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, then what term does Marx contrast against exchange value when discussing the qualitative utility of an object? ഒരു വസ്തുവിനെ നമ്മൾ കൃത്യമായിട്ടും ഉപയോഗപ്രദമാക്കുന്ന സമയത്ത് എക്സ്ചേഞ്ച് വാല്യൂ അല്ല വേണ്ടത്, പകരം എന്ത് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്ചേഞ്ച് വാല്യൂ അല്ല, യൂസ് വാല്യൂ ആണ്, അല്ലെ? അത് നമുക്ക് എത്ര ഉപയോഗപ്പെടുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന് വില കൊടുക്കേണ്ടത്. അപ്പൊ എക്സ്ചേഞ്ച് വാല്യൂ, ഇന്ന് നമ്മൾ എക്സ്ചേഞ്ച് വാല്യൂ കൊടുക്കുന്നത്, അല്ലെ? ഒരു സാധനം അതിന് പകരം നമുക്ക് എത്ര പണം കിട്ടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിടുന്നത്. പക്ഷെ അങ്ങനെയല്ല നോക്കേണ്ടത്, മറിച്ച് ഒരു വസ്തു എത്രത്തോളം നമുക്ക് ഉപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള ഇടത്താണ് അതിന്റെ യഥാർത്ഥ മൂല്യം ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, then why does Marx argue that Robinson Crusoe's economy on his island lacks any fetishism? ഇപ്പൊ റോബിൻസൺ ക്രൂസോയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ എസ് എ പകുതിയായി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് റോബിൻസൺ ക്രൂസോയെ കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പൊ ഈ റോബിൻസൺ ക്രൂസോയെ കുറിച്ച് പറയുന്ന സമയത്ത് ഐലൻഡിൽ ഫെറ്റിഷിസം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താ? കാരണം അവിടെ എന്തില്ല, എക്സ്ചേഞ്ച് ഇല്ലല്ലോ, ആകെ ഡയറക്റ്റ് ആയിട്ടുള്ള യൂസ് മാത്രമേ ഉള്ളൂ. സോ ക്രൂസോസ് റിലേഷൻഷിപ്പ് ടു ഹിസ് ഒബ്ജക്ട്സ് യൂട്ടിലിറ്റി വെർ ഡയറക്റ്റ്, ട്രാൻസ്പാരന്റ് ആൻഡ് ലാക്ക്ഡ് എക്സ്ചേഞ്ച്. അവിടെ എക്സ്ചേഞ്ച് ഇല്ല, എല്ലാം ഡയറക്റ്റ് ആണ്, ട്രാൻസ്പെറന്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം റോബിൻസൺ ക്രൂസോ പൂർണ്ണമായിട്ടും ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാരനാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ദെൻ മോക്സ് ഡോഗ്ബെറിസ് കോട്ട്. ഡോഗ്ബെറിയുടെ കോട്ട് ഇങ്ങനെയാണ്: ടു ബി എ വെൽ ഫേവേർഡ് മാൻ ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ഫോർച്യൂൺ. ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളത് അത് വിധിയാണ്, അഥവാ നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്. ബട്ട് ടു റീഡ് ആൻഡ് റൈറ്റ് കംസ് ബൈ നാച്ചർ. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളത്. ദെൻ എഴുത്തും വായനയും പഠിക്കുക, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് ഡോഗ്ബെറിയുടെ കോട്ട്. ഈ കോട്ടിനെ അദ്ദേഹം എങ്ങനെയാണ് പരിഹസിക്കുന്നത്? ടു ഇലിസ്ട്രേറ്റ് വാട്ട് മിസ്റ്റേക്ക് മെയ്ഡ് ബൈ എക്കണോമിസ്റ്റ്. എക്കണോമിസ്റ്റുകൾ ഇവിടെ ചെയ്തേക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്കിനെ സൂചിപ്പിക്കാൻ ഈ ഒരു ടേമിനെ അദ്ദേഹം എങ്ങനെയാണ് പരിഹസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എക്കണോമിസ്റ്റുകൾ ബിലീവിംഗ് ദാറ്റ് എക്സ്ചേഞ്ച് വാല്യൂ ഈസ് ആൻ ഇൻഹെറന്റ്. എക്സ്ചേഞ്ച് വാല്യൂ ജന്മനായുള്ളതാണ്, നാച്ചുറൽ പ്രോപ്പർട്ടി ഓഫ് എ തിങ്, വൈൽ യൂസ് വാല്യൂ ഈസ് എ സോഷ്യൽ ആട്രിബ്യൂട്ട്. നേരെ തിരിച്ചല്ലേ വരേണ്ടത്. ഇപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് എന്താ? ഒരു വെൽ ഫേവേർഡ് മാൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഫോർച്യൂൺ ആണ്. അങ്ങനെയാണോ? വെൽ ഫേവേർഡ് മാൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഫോർച്യൂൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ എഴുത്തും വായനയും നമ്മൾ എങ്ങനെ പ്രകൃതിദത്തമായിട്ട് പഠിക്കുകയാണോ? നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എഴുത്തും വായനയും നമുക്ക് അറിയാൻ പറ്റുമോ? ഇത് ശരിയല്ല. അപ്പൊ ഒരു കാര്യത്തെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇതേപോലെ എക്കണോമിസ്റ്റുകൾ വിചാരിക്കുന്നത് ഒരു വസ്തുവിന്റെ എക്സ്ചേഞ്ച് വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്നതാണ്, അതിന്റെ യൂസ് വാല്യൂ സോഷ്യൽ ആട്രിബ്യൂട്ട് ആണ്. എന്നാൽ നേരെ തിരിച്ചാ പറയേണ്ടത്. എക്സ്ചേഞ്ച് വാല്യൂ എന്നുള്ളത് സോഷ്യൽ ആട്രിബ്യൂട്ടും യൂസ് വാല്യൂ എന്നുള്ളത് അതിന് ഇൻഹറന്റ് ആയിട്ട് കിട്ടുന്നതുമാണ്. അപ്പൊ നമ്മൾ എന്താ നോക്കേണ്ടത്? യൂസ് വാല്യൂ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇതിനടുത്ത് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എസ്സേസിലേക്ക് പോവുകയാണ്. In Freud's topographical model of the mind, which process characterizes the unconscious system? അൺകോൺഷ്യസ് സിസ്റ്റത്തെ പ്രോസസ് ചെയ്യുന്ന മനസ്സിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ, പ്രൈമറി പ്രോസസ് ആണോ, സെക്കൻഡറി പ്രോസസ് ഓഫ് തിങ്കിങ് ആണോ? അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പ്രൈമറി പ്രോസസ് തിങ്കിങ് ആണ്, അല്ലെ? നമ്മൾ എപ്പോഴും അബോധ മനസ്സിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മൾ പോലും അറിയാതെ അത് പ്രോസസ് ചെയ്യും. സോ അത് പ്രൈമറി പ്രോസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ?
അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എസ്സേയിൽ നമ്മൾ സാധാരണ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ അത് മാത്രമല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ എസ്സേ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്, സൂപ്പർ ഈഗോ, ഈഗോ മാത്രം ഓർമ്മ ഉണ്ടാവും. അതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ദ അൺകോൺഷ്യസ് സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൈമറി പ്രോസസ് തിങ്കിങ്. നമ്മുടെ മനസ്സിലുള്ള അബോധ സിസ്റ്റം ഉണ്ടല്ലോ, അൺകോൺഷ്യസ് സിസ്റ്റം, അത് വർക്ക് ചെയ്യുന്നത് പ്രൈമറി പ്രോസസ് തിങ്കിലൂടെയാണ്. കാരണം അത് പെട്ടെന്നാണല്ലോ നമ്മൾ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നത്. സോ which aims for instant wish fulfillment is governed by the pleasure principle and allows contradiction to exist simultaneously. നമ്മുടെ ഇത് പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് സിസ്റ്റത്തിന്റെ പിടിയിലാണ്. അപ്പോ ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഈ മൂന്ന് സ്ട്രക്ചർ ഓഫ് സൈക്കയെയും അൺകോൺഷ്യസ് മൈൻഡ് നിയന്ത്രിക്കുന്നുണ്ട്. എങ്കിലും ഇത് പൂർണ്ണമായിട്ടും ആരുടെ കൈപ്പിടിയിലാണ്? അൺകോൺഷ്യസ് സിസ്റ്റത്തിന്റെ കൈപ്പിടിയിലാണ്. അപ്പൊ അതിൽ പ്രോസസ് ചെയ്യുന്നത് പ്രൈമറി പ്രോസസ് ആണ് കേട്ടോ, പ്രൈമറി തോട്ട് പ്രോസസ് ആണ്. Then which controversial and groundbreaking theoretical concept did Freud introduce in his 1920 work Beyond the Pleasure Principle? പ്ലഷർ പ്രിൻസിപ്പിളിനും അപ്പുറം എന്ന അദ്ദേഹത്തിന്റെ വർക്കിലോ വളരെ വിവാദപൂർണമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. കേട്ടോ, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ്. അപ്പൊ അതുവരെ അദ്ദേഹം ഫോക്കസ് ചെയ്തത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റിനാണ്, അഥവാ എറോസിനാണ്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും പ്രിഫറൻസ് നൽകുന്നത് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് അഥവാ എറോസിനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ചില പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്റെ തിയറി മാറ്റിയിട്ട് അവിടെ ഡെത്ത് ഡ്രൈവിന് കൂടി മനുഷ്യൻ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇൻ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ, അദ്ദേഹത്തിന്റെ ഒരു എസ്സേയുടെ പേരാണ്, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എസ്സേ ആണ്. അതിനകത്ത് ഫ്രോയിഡ് റീഅസസ്ഡ് ഹിസ് പ്രീവിയസ് തിയറീസ് വെൻ ഒബ്സർവിംഗ് പേഷ്യൻസ് റിലീവിംഗ് ട്രോമ. അപ്പൊ ഈ ട്രോമയിൽ നിന്നും വരുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ ഈ ഷെൽ ഷോക്ക്, ഈ ഒന്നാം ലോക മഹായുദ്ധവും ആ ഒരു സമയം, ഈ ഷെൽ ഷോക്ക് ഒക്കെ വളരെ സാധാരണ സംഭവമാണ്. അപ്പോൾ തുടർച്ചയുള്ള യുദ്ധവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിരുന്ന ഒരു സാഹചര്യത്തില് ഈ ഷെൽ ഷോക്ക് ഒരു PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ആളുകൾ നിരന്തരം, നമ്മൾ ഈ സെപ്റ്റിമസിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? മിസിസ് ഡലോവിൽ സെപ്റ്റിമസിന് PTSD ആണ്. അയാൾ സ്വയം അപായപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് സ്വയം അപായപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടോ അവരുടെ മാനസിക സംഘർഷത്തെ 0യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന, നമുക്ക് പ്ലഷർ ഉണ്ടാകുന്ന കാര്യം മാത്രമല്ല, വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഗ്രാൻഡ് ചൈൽഡിൽ നിന്നുള്ള അനുഭവം വരുന്നുണ്ട്, നമ്മൾ ശേഷം പറയും. Then he proposed that death drive thanatos an inherent urge in organic life to return an inanimate stable state of rest. അപ്പോൾ ഡെത്ത് ഡ്രൈവിലൂടെ നമ്മൾ നമ്മുടെ ടെൻഷൻ, നമ്മുടെ മെന്റൽ സ്ട്രെസ് 0യിലേക്ക് കൊണ്ടുവരാൻ, ഇൻആനിമേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, according to Freud, what happens when the demands of the id conflict with the moral restriction of the super ego? സൂപ്പർ ഈഗോയും ഇതും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇതും സൂപ്പർ ഈഗോയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഈഗോ വരും, അല്ലെ? ദ ഈഗോ ഈസ് ഫോഴ്സ്ഡ് ടു ഡിപ്ലോയ് ഡിഫൻസ് മെക്കാനിസം ടു മാനേജ് ആൻസൈറ്റി. ഇതും സൂപ്പർ ഈഗോ, ഇത് പ്ലഷർ പ്രിൻസിപ്പിളിലും സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിളിലും എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാം. അപ്പൊ അന്യനകത്ത് അമ്പി ഉണ്ടല്ലോ, അമ്പി സൂപ്പർ ഈഗോ ആണ്, അന്യൻ ഇതാണ്. ഇവ തമ്മില് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആകുന്ന സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി അവിടെ ആര് വരുന്നു? ഈഗോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം, പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു മൂവി ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ റമോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നു, ഇവർ രണ്ടുപേരെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈഗോ, സൂപ്പർ ഈഗോയും ഇതും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എത്തും എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഡെത്ത് പ്രിൻസിപ്പിൾ അഥവാ താനറ്റോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തിയറിയിലേക്ക് വരാനുള്ള 2 കാരണങ്ങളിൽ ഒന്ന് ഈ ഷെൽ ഷോക്കുമായിട്ട് ബന്ധപ്പെട്ട രോഗികളെ പരിശോധിച്ചതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സണ്ണിന്റെ അനുഭവമാണ്. സോ ഇൻ ബിയോണ്ട് പ്ലഷർ പ്രിൻസിപ്പിൾ
Freud uses the fourth dark game played by his grandson to illustrate which psychological phenomenon. അദ്ദേഹം തന്റെ ഗ്രാൻഡ് സണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവനൊരു ഫോർത്ത് ഡാ എന്ന് പറയുന്ന ഒരു കളി, ദേ പോയി ദാ വന്നു എന്നൊക്കെ നമുക്ക് അതിനർത്ഥം പറയാം. ഫോർത്ത് ഡാ, തന്റെ ഗ്രാൻഡ് സൺ കയ്യിലുണ്ടായിരുന്ന ഒരു പാവയെ വലിച്ചെറിയുന്നു, അതിനെ വീണ്ടും എടുക്കുന്നു, വീണ്ടും വലിച്ചെറിയുന്നു, വീണ്ടും എടുക്കുന്നു. ഇതിലൂടെ തന്റെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. സോ ദ റെപ്പിറ്റേഷൻ കമ്പൾഷൻ യൂസ്ഡ് ടു മാസ്റ്റർ എ പാസീവ് ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. ഒരാൾക്ക് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ചിലപ്പോൾ ഈ OCD പോലുള്ള ഒരു റിപ്പീറ്റഡ് ബിഹേവിയർ, പലപ്പോഴും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചെയ്യും എന്നതിന് ഉദാഹരണമാണിത്. ഓക്കെ, അപ്പൊ ഇവിടെയും ആ ഒരു കുട്ടിയുടെ അമ്മ അവനെ വിട്ടു പോയതിനു ശേഷമാണ് കുട്ടി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. So Freud observed a toddler throwing a wooden reel away and pulling it back. He concluded that child was actively repeating the distressing experience of his mother, leaving to gain a sense of control over it. തന്റെ മകളല്ല, തന്റെ അമ്മ തന്നെ വിട്ടുപോയതിലുള്ള വേദനയെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, then according to the Freud structural model, which parts of the mind contain unconscious elements? താഴെ തന്നിരിക്കുന്നതിൽ ഏത് പാർട്ടിലാണ് അൺകോൺഷ്യസ് എലമെന്റ് ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിലും ഈഗോയിലും സൂപ്പർ ഈഗോയിലും എല്ലാം അൺകോൺഷ്യസ് എലമെന്റ് ഉണ്ട്, അല്ലെ? ഇതിലും ഉണ്ട്, ഈഗോയിലും ഉണ്ട്, സൂപ്പർ ഈഗോയിലും ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? ഇതാണ്, അല്ലെ? വൈൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ്, ഇത് പൂർണ്ണമായിട്ടും അൺകോൺഷ്യസ് ആണ്. എന്നാൽ ഈഗോയിലും സൂപ്പർ ഈഗോയിലും ഒക്കെ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഹേബർമാസിന്റെ മോഡേണിറ്റി ആൻഡ് അൺഫിനിഷ്ഡ് പ്രൊജക്റ്റിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് പ്രോജക്റ്റ് ഓഫ് മോഡേണിറ്റി അക്കോർഡിംഗ് ടു ഹേബർമാസ്? ഹേബർമാസിന്റെ അഭിപ്രായത്തിൽ മോഡേണിറ്റി എന്ന പ്രൊജക്റ്റിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം. സോ അദ്ദേഹം പറയുന്നു, ടു റിയലൈസ് ദ എൻലൈറ്റ്മെന്റ് ഐഡിയൽസ് ഓഫ് റീസൺ, ഫ്രീഡം, ജസ്റ്റിസ്. റീസൺ, യുക്തിചിന്ത, ഫ്രീഡം, സ്വാതന്ത്ര്യം, ജസ്റ്റിസ്, നീതി തുടങ്ങിയ ആശയങ്ങൾ എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആണ്. ഇതെല്ലാം എൻലൈറ്റ്മെന്റ് ഐഡിയാസ് ആണ്. അതിനെ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രൊജക്ട് ഓഫ് മോഡേണിറ്റി കൊണ്ട് ഉദ്ദേശം. അപ്പൊ അദ്ദേഹം ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകളെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു എസ്സേ എഴുതുന്നത്. മോഡേണിസത്തിന് കുറെ പിഴവുകളുണ്ട്, അത് പൊളിച്ചെഴുതാനാണ് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ വന്നിട്ടുള്ളത്. എന്നാൽ ഹെബർമാസ് പറയുന്നു, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മോഡേണിറ്റിയിൽ ചില പാകപ്പിഴവുകൾ ഉണ്ട്, അത് നമ്മൾ റിന്യൂ ചെയ്യുകയാണ് വേണ്ടത് എന്ന രീതിയിലാണ് ഹേബർമാസ് അവകാശപ്പെടുന്നത്. ഓക്കെ, then which group of thinkers did Habermas heavily criticize for arguing that project of modernity is exhausted or has failed? മോഡേണിറ്റി എന്ന് പറയുന്ന പ്രൊജക്ട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അവരെ അദ്ദേഹം ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഏതാണ് ആ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് മോഡേണിസ്റ്റ് ആൻഡ് യങ് കൺസർവേറ്റീവ്സ്. ഇപ്പൊ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഓൾഡ് കൺസർവേറ്റീവ്സ് ആണ്. ദെൻ യങ് കൺസർവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവർ നിയോ കൺസർവേറ്റീവ്സ് ആണ് കേട്ടോ. ഇവർ നിയോ കൺസർവേറ്റീവ് പോസ്റ്റ് മോഡേണിസ്റ്റുകൾ ഉണ്ട്, യങ് കൺസർവേറ്റീവ്സ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് ഗ്രൂപ്പുകളാണ് കേട്ടോ. രണ്ടും രണ്ട് ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ആണ്. അതിലേക്ക് നമുക്ക് വരാം കേട്ടോ. യങ് കൺസർവേറ്റീവ്സ് ഉണ്ട്, ഓൾഡ് കൺസർവേറ്റീവ്സ് ഉണ്ട്. പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് ഓൾഡ് കൺസർവേറ്റീവ്സും, യങ് എന്ന് പറയുമ്പോൾ നിയോയും ആണ് കേട്ടോ. ഹേബർമാസ് castigate post modernist and neo conservatives who declared modernity a failure, arguing instead its goal are simply yet to be completed. അപ്പൊ മോഡേണിസം ലക്ഷ്യം വെച്ച കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പൊ അതിലെ പിഴവുകളൊക്കെ മനസ്സിലാക്കി പൂർത്തിയാക്കുന്നതിന് പകരം പൂർണ്ണമായിട്ടും അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയാണ് നിയോ കൺസർവേറ്റീവ്സും അതുപോലെ പോസ്റ്റ് മോഡേണിസ്റ്റുകളും ശ്രമിക്കുന്നത് എന്ന് ഹേബർമാസ് കുറ്റപ്പെടുത്തുകയാണ്. Then according to Habermas, what is the key tool to complete the project of modernity and resolve social crisis? അപ്പോൾ project of modernity unfinished ആണ്. അതിനെ പൂർത്തിയാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു, കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയും റാഷണൽ ഡിസ്കോഴ്സും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ്. അപ്പോൾ മോഡേണിറ്റി എന്ന പ്രോജക്റ്റ് അൺഫിനിഷ്ഡ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയും റാഷണൽ ഡിസ്കോഴ്സുമാണ് വേണ്ടത് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. So Habermas believes that unresolved social issues occur when economic and administrative systems overstep into our everyday life.
അപ്പൊ നമ്മുടെ നിത്യജീവിതം അദ്ദേഹം അതിനെ പറഞ്ഞത് ലൈഫ് വേൾഡ് എന്ന്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികവും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഓവർ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. ആ പരിഹരിക്കേണ്ടത് എന്തിലൂടെയാണ്? കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയിലൂടെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അഥവാ നമ്മൾ പരസ്പരം മനസ്സിലാക്കി, ഓരോ ആളുകളും പരസ്പരം മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഓരോ ആളുകളുടെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇനി അടുത്ത് ചോദിക്കുന്നത്. വാട്ട് ഡസ് ഹെബർമാസ് കോൾ ദ ഐഡിയൽ കണ്ടീഷൻ വെയർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫ്രീ ഫ്രം ഡൊമിനേഷൻ ആൻഡ് ഡിസ്റ്റോർഷൻ? അപ്പൊ അദ്ദേഹം പറയുന്നു, സോറി, ഇതും ഐഡിയൽ കണ്ടീഷൻ ആണ് കേട്ടോ. ഏത് ഐഡിയൽ കണ്ടീഷൻ, അഥവാ നമുക്ക് വേണ്ടത് ഏത് കണ്ടീഷനാണ്, അവിടെ എന്തില്ല, ഡൊമിനേഷനും ഡിസ്റ്റോർഷനും ഒന്നും ഇല്ലാത്ത ഏത് ഐഡിയൽ കണ്ടീഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ അദ്ദേഹം പറയുന്ന പേര് ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ. അപ്പൊ നമുക്കൊരു ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ ആണ് വേണ്ടത്. അവിടെ ഡൊമിനേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. So the ideal speech situation is a conceptual model where all participants have equal opportunity to speak, question, assertion, and reach consensus purely through the force of their better argument. ഇപ്പോൾ ഓരോ ആളുകൾക്കും ഫോഴ്സ് ഇല്ലാതെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതാണ് ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ. പരസ്പരം അവസരങ്ങൾ മാനിച്ചുകൊണ്ടും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നൽകിക്കൊണ്ടും ഓരോ ആളുകൾക്കും അവരുടെ ആശയങ്ങൾ പറയാനുള്ള സ്പേസ് കൊടുക്കുക, അതാണ് ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ. ഓക്കെ, ഈ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇൻസ്ട്രുമെന്റൽ റാഷണാലിറ്റി ആണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റിയും അതേപോലെ റാഷണൽ ഡിസ്കോഴ്സ് ഒക്കെയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഇൻസ്ട്രുമെന്റൽ റാഷണാലിറ്റി നല്ലതല്ല, അത് സ്വാർത്ഥ താല്പര്യത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇൻസ്ട്രുമെന്റൽ ഓർ പർപ്പസീവ് റാഷണൽ ആക്ഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ എഫിഷ്യൻസി ആൻഡ് അച്ചീവിംഗ് സ്പെസിഫിക് ഗോൾസ് ഓർ കൺട്രോൾ. ഏതെങ്കിലും ഒരു നിശ്ചിത നിയമങ്ങൾ, അല്ലെങ്കിൽ നിശ്ചിത നിയമങ്ങളല്ല, ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇൻസ്ട്രുമെന്റൽ ആക്ഷൻ ഉണ്ടാവുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് റാഷണാലിറ്റി അഥവാ പരസ്പര സഹകരണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ റെയ്മണ്ട് വില്യംസിന്റെ ട്രഡിഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോർമേഷൻ എന്ന എസ്സേയിലേക്ക് പോവുകയാണ്. സോ ഇതിനകത്ത് ട്രഡിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിനകത്ത് ട്രഡിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻ ഇന്റൻഷനലി സെലക്റ്റീവ് വേർഷൻ ഓഫ് എ ഷേപ്പിംഗ് പാസ്റ്റ് ആൻഡ് പ്രീ ഷേപ്ഡ് പ്രസന്റ്. നമ്മുടെ പാസ്റ്റ് ഉണ്ടല്ലോ, ഈ പാസ്റ്റിന്റെ ഇന്റൻഷനലി സെലക്റ്റീവ് വേർഷൻ ഓഫ് ഷേപ്പിംഗ് പാസ്റ്റ്. നമ്മൾ ഇന്റൻഷൻ ആയിട്ട്, അഥവാ നമ്മൾ അന്നല്ല ആൻ എന്നാണ് കേട്ടോ, ഇന്റൻഷനലി നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ കരുതി കൂട്ടിക്കൊണ്ട് തന്നെ പാസ്റ്റിന്റെ ഒരു സെലക്റ്റീവ് വേർഷനും അതുപോലെ തന്നെ പ്രീ ഷേപ്ഡ് വേർഷൻ ഓഫ് പ്രസന്റ്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് ട്രഡിഷൻ. അപ്പൊ പാരമ്പര്യം എന്ന് പറയുന്നത് പഴമയും അതുപോലെ പ്രസന്റും തമ്മിൽ കൂടി ചേരുന്നതാണ് ട്രഡിഷൻ. അതും ഇന്റൻഷനൽ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ഡസ് വില്യം ഡിഫൈൻ ഫോർമേഷൻ ഇൻ കൾച്ചറൽ അനാലിസിസ്? ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കാത്തത്, നമുക്ക് സമയം ഒരുപാട് പോകും. മാത്രമല്ല ക്ലാസ്സുകൾ കേട്ട് പഠിക്കുന്നവരുണ്ടാവും. അപ്പൊ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഓപ്ഷൻസ് മാത്രം ഞാൻ ശരി ആയിട്ടുള്ള ഉത്തരം മാത്രം ഞാൻ വായിക്കുന്നത് കേട്ടോ. The conscious, active and sometimes emergent groupings or movements of writers, artists and intellects that operate outside or alongside formal institutions. അപ്പൊ ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സൊസൈറ്റിയിലുള്ള ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന് ഒപ്പം അല്ലെങ്കിൽ അതിന് പുറത്ത് നമ്മുടെ എഴുത്തുകാരും ആർട്ടിസ്റ്റുകളും ഇന്റലക്ച്വൽസും അടക്കമുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുന്ന കോൺഷ്യസും ആക്റ്റീവുമായിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ്സിനെയാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനൊപ്പം അല്ലെങ്കിൽ അവരുടെ പുറത്തു നിന്നും ഉത്ഭവിക്കപ്പെടുന്ന എഴുത്തുകാരും കലാകാരന്മാരും ചിന്തകരും ചേർന്നുണ്ടാക്കുന്ന ചില ഗ്രൂപ്പ്സിനെയാണ് ഫോർമേഷൻസ് കൊണ്ട് റെയ്മണ്ട് വില്യംസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം 3 എലമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൾച്ചറൽ ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വിച്ച് ട്രിയാഡ് ഓഫ് കൾച്ചറൽ ഫോഴ്സ് ഈസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് റെയ്മണ്ട് വില്യംസ് ബ്രോഡർ കൾച്ചറൽ തിയറി? അപ്പൊ അദ്ദേഹത്തിന്റെ കൾച്ചറൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട 3 കൾച്ചറൽ ഫോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഡൊമിനന്റ്, റെസ്യൂജൽ, എമർജന്റ് കേട്ടോ. ഡൊമിനന്റ്, റെസ്യൂജൽ, എമർജന്റ്. അത് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡൊമിനന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് the current mainstream values, beliefs and practice of a society. ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ നിലവിൽ
ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പ്രാക്ടീസസ് ഒക്കെയാണ് ഡൊമിനന്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും മെജോറിറ്റിയുടേത് അല്ലെ. ഇറ്റ് ഈസ് ദ കൾച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസ് ഓർ മെജോറിറ്റി. ഭൂരിപക്ഷ വിഭാഗത്തിന്റെ കൾച്ചർ അതായിരിക്കും. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ സോഷ്യൽ ഓർഡർ ആൻഡ് ഷേപ്സ് എവറിഡേ ലൈഫ്. ഈ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള കൾച്ചർ ആയിരിക്കും അവിടുത്തെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റ് കൾച്ചറിൽ അവിടെ ക്യാപിറ്റലിസ്റ്റുകളുടെ കൾച്ചറാണ് ഡൊമിനന്റ്. ഇനി റെസ്യൂജൽ എന്ന് പറഞ്ഞാൽ കൾച്ചർ എലമെന്റ്സ് ഫോംഡ് ഇൻ ദ പാസ്റ്റ് ദാറ്റ് റിമെയിൻ ആക്റ്റീവ് ഇൻ ദ പ്രസന്റ്. കഴിഞ്ഞ കാലത്തിൽ രൂപപ്പെട്ടതും ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന കൾച്ചറൽ എലമെന്റ്സ് ആണ് റെസ്യൂജൽ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡെഡ് ഹിസ്റ്ററി, ഇറ്റ് സ്റ്റിൽ ഇൻഫ്ലുവൻസ് ഹൗ പീപ്പിൾ ലിവ് ആൻഡ് തിങ്ക്, ഓഫൻ ഓഫറിംഗ് ആൻ ആൾട്ടർനേറ്റീവ് ടു ദ ഡോമിനന്റ് കൾച്ചർ. അപ്പൊ അത് മരിച്ചൊരു ചരിത്രമല്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞതാണ്, എന്നാൽ ഇതൊരു ഡെഡ് ഹിസ്റ്ററി അല്ല. കാരണം ഇപ്പോഴും അത് ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ടാകും, സ്വാധീനിച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ നാട്ടിലെ പല ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് എമർജന്റ് ആണ്. എമർജന്റ് പുതിയ വാല്യൂസ് ആണ്. ന്യൂ വാല്യൂസ്, പ്രാക്ടീസ്, റിലേഷൻഷിപ്പ് ദാറ്റ് ആർ കണ്ടിന്യൂലി ബീങ് ക്രിയേറ്റഡ്. പുതുതായി ഉണ്ടായി വരുന്ന മൂല്യങ്ങളും രീതികളും ഒക്കെയാണ് എമർജന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് അൾട്ടർനേറ്റീവ് ഓർ ഓപ്പോസിഷണൽ ഐഡിയാസ് ദാറ്റ് ചലഞ്ച് ദ ഡൊമിനന്റ് കൾച്ചർ. ഈ ന്യൂ അല്ലെങ്കിൽ ഈ എമർജന്റ് കൾച്ചേഴ്സ് പലപ്പോഴും ഡൊമിനന്റ് കൾച്ചറിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ദ ഡൊമിനന്റ് കൾച്ചർ ഓഫൻ ട്രൈസ് ടു അബ്സർവ് ഇറ്റ് ബിഫോർ ഇറ്റ് ബിക്കംസ് ടു റാഡിക്കൽ. അപ്പോൾ ഈ പുതിയൊരു കൾച്ചർ വന്നു കഴിഞ്ഞാൽ അത് ഡൊമിനന്റ് കൾച്ചറിന് എതിരാകുന്നതിന് മുന്നേ അതിനെ ഒന്ന് അബ്സോർബ് ചെയ്യാൻ ഡൊമിനന്റ് കൾച്ചർ ശ്രമിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വില്യംസ് ഫ്രെയിംവർക്ക് വാട്ട് റെപ്രസെന്റ്സ് ദ എഫക്റ്റീവ് ഡൊമിനന്റ് കൾച്ചർ? എന്താണ് എഫക്റ്റീവ് ഡൊമിനന്റ് കൾച്ചർ കൊണ്ട് വില്യംസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എഫക്റ്റീവ് ഡൊമിനന്റ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സെൻട്രൽ ഓർഗനൈസ്ഡ് ആൻഡ് ഡൊമിനന്റ് സിസ്റ്റം ഓഫ് മീനിങ്സ് ആൻഡ് വാല്യൂസ് ദാറ്റ് സെക്യൂർസ് ദ കൺസെന്റ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കൺസെന്റിനെ ഉറപ്പിക്കുന്ന ആ സൊസൈറ്റിയിലെ സെൻട്രൽ ഓർഗനൈസ്ഡ് ഡൊമിനന്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൊമിനന്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 45ാമത്തെ ചോദ്യം. Why does William place so much emphasis on formations in a Marxist analysis of literature? മാർക്സിസ്റ്റ് അനാലിസിസ് ഓഫ് ലിറ്ററേച്ചറിൽ ഫോർമേഷൻസിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊപ്പം തന്നെ പൊങ്ങി വരുന്ന പുതിയ ഗ്രൂപ്പ്സ് ആണ് അല്ലെ. സോ ടു അനലൈസ് ദ സ്പെസിഫിക് കോൺഷ്യസ് സോഷ്യൽ ഗ്രൂപ്പിംഗ് വേർ ന്യൂ എമർജന്റ് കൾച്ചർ ഫോംസ് ആൻഡ് ആർ ആക്ച്വലി പ്രൊഡ്യൂസർ. ഇപ്പൊ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ പുതുതായിട്ട് ഉയർന്നു വരുന്ന സാമൂഹിക സംഘങ്ങളെ കുറിച്ച് വിലയിരുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഫോർമേഷൻസിന് അദ്ദേഹം അത്ര വലിയ ഊന്നൽ നൽകുന്നത്. ദെൻ അവസാനത്തെ വർക്ക്, ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ വർക്കിലേക്ക് നമ്മൾ വരുന്നു. ഷേക്സ്പിയർ ആൻഡ് എക്സോസിസം എന്നൊരു വർക്ക് ഉണ്ട്, സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റിന്റെ ആണ്. അപ്പൊ ഇൻ ഷേക്സ്പിയർ ആൻഡ് ദ എക്സോസിസ്റ്റ്, സ്റ്റീഫൻ ഗ്രീൻ ബ്ലാറ്റ് പ്രൈമർലി ഡ്രോസ് ഇൻ ഓൺ വിച്ച് റിനൈസൻസ് ടെക്സ്റ്റ് ടു അനലൈസ് ഷേക്സ്പിയേഴ്സ് കിങ് ലിയർ. ഷേക്സ്പിയറിന്റെ കിങ് ലിയറിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പഴയ ഒരു വർക്ക് കൊണ്ടുവരുന്നുണ്ട്. ഏത് വർക്കാണ് എന്ന് ചോദിച്ചാൽ എ ഡിക്ലറേഷൻ ഓഫ് എഗ്രോഗിയസ് പോപ്പിഷ് ഇമ്പോസ്റ്റേഴ്സ് ബൈ സാമുവൽ ഹാർണസ്റ്റ്. സാമുവൽ ഹാർണസ്റ്റ് എഴുതിയിട്ടുള്ള എ ഡിക്ലറേഷൻ ഓഫ് എഗ്രോഗിയസ് പോപ്പിഷ് ഇമ്പോസ്റ്റേഴ്സ്. എക്സോസിസം അത് ശരിയാണോ, അതൊരു ഫേക്ക് ആണോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ദെൻ അതിൽ നിന്നുമാണ് പല ആന്റി കാത്തലിക് വേർഷൻസും നമ്മുടെ കിങ് ലിയറിലേക്ക് ഷേക്സ്പിയർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. Then according to Greenblatt, how did the Catholic exorcism performance of the late 16th century function in English society? അപ്പൊ ഗ്രീൻബ്ലാറ്റിന്റെ അഭിപ്രായത്തിൽ കാത്തലിക് എക്സോസിസം എന്ന് പറഞ്ഞാൽ ബാധ ഒഴിപ്പിക്കൽ എന്ന അർത്ഥത്തിനാണ്, അതറിയാലോ. 16ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് സൊസൈറ്റിയിലെ എക്സോസിസത്തെ അദ്ദേഹം എങ്ങനെയാണ് വരച്ചു കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ഫേക്ക് ആണ് അല്ലെ. അതൊരു തിയേറ്ററിക്കൽ പെർഫോമൻസ് പോലെയാണ്. ആസ് തിയേറ്ററിക്കൽ പെർഫോമൻസ് ഡിസൈൻ ടു റീഇൻഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആൻഡ് റിലീജിയസ് റെട്ടോറിക്. മതാധികാരത്തെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയെ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു തിയേറ്ററിക്കൽ പെർഫോമൻസ് മാത്രമാണ് കാത്തലിക്സിന്റെ എക്സോസിസം എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്രിട്ടിക്കൽ മെത്തോഡോളജി യൂസ്ഡ് ബൈ സ്റ്റീഫൻ ഗ്രീൻബാൾട്ട് ഇൻ ദിസ് എസ്സേസ് വൈഡ്ലി കാറ്റഗറൈസ്ഡ് ആസ്. ഇതിനകത്ത് അദ്ദേഹം യൂസ് ചെയ്യുന്ന ക്രിട്ടിക്കൽ മെത്തഡോളജി ഏതാണ് എന്ന് ചോദിച്ചാൽ ന്യൂ ഹിസ്റ്റോറിസം ആണ് കേട്ടോ. ഗ്രീൻബാൾട്ട് ഈ ന്യൂ ഹിസ്റ്റോറിസത്തിന്റെ ഒക്കെ കോ ഫൗണ്ടറിൽ ഒരാളാണ്. ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. എ തിയറി ദാറ്റ് റീഡ്സ് ലിറ്റററി ടെക്സ്റ്റ് അലോങ്സൈഡ് ദ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഡിസ്കോഴ്സ് ഓഫ് ദെയർ ടൈം. ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ആ പുസ്തകത്തോടൊപ്പം തന്നെ അത് എഴുതിയ കാലഘട്ടത്തെയും സംസ്കാരത്തെയും ചർച്ചാ വിധേയമാക്കുന്നതിനാണ് ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പല വീഡിയോസിലും പറയുന്നതാണ്. നമ്മൾ ഈ ക്ലാസ്സിന്റെ
PDF ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ മെസ്സേജിൽ പിൻ ചെയ്യുന്നുണ്ട്. ദെൻ കൾച്ചറൽ സ്റ്റഡീസ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇവയിൽ നിന്നുള്ള PYQs ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ കാണുക. ലിങ്ക് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദെൻ 49ാമത്തെ ചോദ്യം, വിച്ച് ക്യാരക്ടർ in King Lear directly uses language and names of devils borrowed from സാമുവൽ ഹാർനസ് ടെക്സ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ സാമുവൽ ഹാർനസിന്റെ ടെക്സ്റ്റിൽ നിന്നും കിങ് ലിയറിലെ ഏത് കഥാപാത്രമാണ് അതിലെ പേരുകൾ അഥവാ സാമുവൽ ഹാർനസിന്റെ ടെക്സ്റ്റിൽ പറയുന്ന പേരുകളും രീതികളും ഒക്കെ ബോറോ ചെയ്തത് എന്ന് ചോദിച്ചാൽ എഡ്ഗർ. അപ്പൊ എഡ്ഗർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യാരക്ടറാണ്, കിങ് ലിയറിലെ ക്യാരക്ടറാണ്. അദ്ദേഹമാണ് ഈ എക്സോസിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സാമുവൽ ഹാർനസ്റ്റിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല പേരുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മാഡ്നസ്, അദ്ദേഹത്തിന്റെ ഡെവിൾസിന്റെ പേരുകൾ, ഫ്രീബേർഡ് ഡിഗിബെറ്റ് പോലുള്ള അദ്ദേഹത്തിന്റെ പേരുകളൊക്കെ സാമുവൽ ഹാർനസിന്റെ പുസ്തകത്തിൽ നിന്നും നേരിട്ട് എടുത്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ for Greenblatt, what is the major paradox of Shakespeare's theatre absorbing these religious rituals? അപ്പൊ എക്സോസിസം എന്ന് പറയുന്ന ഈ റിച്വൽ സ്വീകരിച്ചതിലൂടെ ഷേക്സ്പിയറിന്റെ വർക്കിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പാരഡോക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ, the theatre redefined the sacred as a theatrical, making the illusion powerful in its own right. അപ്പൊ എക്സോസിസം ഒരു സാക്രഡ് പ്രോസസ് ആയിട്ടാണ് കാണുന്നത്. അത് നേരെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ എന്ത് ചെയ്യാണ്, മോക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. തിയേറ്ററിലേക്ക് അത് കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബൈ സ്റ്റേജിങ് ദ ഫേക്സ് ദ തിയേറ്റർ ഡിഡ് നോട്ട് ജസ്റ്റ് മോക്ക് ദ ട്രയൽ. സ്റ്റേജിലേക്ക് അതുകൊണ്ട് അവതരിപ്പിക്കുന്നതിലൂടെ എക്സോസിസം എന്ന് പറയുന്ന ആ ഒരു രീതിയെ പരിഹസിക്കുക മാത്രമല്ല, ഇറ്റ് ക്ലെയിം ദ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ പവർ ഓഫ് ദ റിച്വൽ ഫോർ ഇറ്റ് സെൽഫ്. അതിനെ പരിഹസിക്കുക മാത്രമല്ല, എക്സോസിസത്തിലൂടെ ഉണ്ടാകുന്ന വൈകാരികവും മാനസികമായിട്ടുള്ള ശക്തിയെ കൂടി അത് നമുക്ക് വരച്ച് കാണിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഡിയസ് ഈ ഒരു പരിമിതമായ സമയം കൊണ്ട് നമ്മൾ 10 വർക്ക്സ്, 50 ക്വസ്റ്റ്യൻസിലൂടെ 10 വർക്ക്സ് ഒരു റിവിഷൻ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പരമാവധി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.